ഹലോ എവ്രി വൺ, ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഇന്നൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മുട്ടക്കറി നമുക്ക് ഏത് ഡിഷിൻ്റെ കൂടെയും പോവും. ഇപ്പം ചപ്പാത്തി ആയാലും അപ്പമായാലും ഇടിയപ്പമായാലും പുട്ടായാലും ഒക്കെ പൂരിയായാലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണല്ലോ മുട്ടക്കറി എന്ന് പറയുന്നത്. അപ്പം നമ്മളിതൊരു മുട്ടക്കറി ഉണ്ടാക്കി ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി മുട്ടക്കറി നമുക്കിപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ട്, മുട്ട മസാല, മുട്ട സ്റ്റ്യൂ, ഇങ്ങനെ പലതരത്തിൽ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ടയും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ഒരു പാലുകറിയാണ്. വളരെ ക്രീമി ടെക്സ്ചറിൽ ഉണ്ടാക്കുന്ന ഈ പാലുകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1-2 ടിപ്സൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം ഈ മുട്ടക്കറി വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഏതിൻ്റെ കൂടെ പോവും, പ്രത്യേകിച്ച് നമ്മുടെ കേരള പൊറോട്ടയുടെ കൂടെയും നന്നായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷനാണല്ലോ ഈ മുട്ടക്കറി. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 പച്ചമുളകാണ്. എരിവ് കുറവാണെങ്കിൽ 3 എണ്ണം ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് പിന്നെ നമുക്ക് 2 മീഡിയം സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ടിപ്പാണ് കേട്ടോ. ഈ ഇട്ട സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് ഇളം ബ്രൗൺ നിറമാകുന്നിടം വരെ വഴറ്റണം. ഈ സവാളയൊക്കെ എളുപ്പത്തിൽ വഴന്ന് വരാൻ നമുക്കതിലേക്ക് മഞ്ഞളും ഉപ്പും ചേർക്കാം. മഞ്ഞൾ 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് സമയമെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് മസാല ചേർക്കാം. ഇവിടെ ഞാൻ വെജിറ്റബിൾ മസാല 3 ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ മുട്ട മസാല ഉണ്ടെങ്കിൽ അത് 3 ടേബിൾ സ്പൂൺ ചേർക്കാം. അഥവാ ഇത് രണ്ടും ഇല്ലെങ്കിൽ ചിക്കൻ മസാലയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവുന്നതാണ്. ഈ 3 മസാല ഇട്ടാലും ഈ കറി നന്നായിട്ട് വരും. എനിക്ക് അനുഭവമുണ്ട്, ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മസാല ഇട്ട് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. തീ ഇച്ചിരി കുറച്ച് വെച്ച് കരിഞ്ഞു പോകാതെ സവാളയും മസാലയും ഒക്കെ നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നിടം വരെ വഴറ്റി കൊടുക്കണം. ചിലരൊക്കെ കറി ഉണ്ടാക്കിയ വെളുത്തിരിക്കുമെന്നൊക്കെ പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. സവാളയും മസാലപ്പൊടികളൊന്നും ശരിക്കും വഴഴുന്നില്ല. മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പം ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ടിപ്പ് നമ്പർ 2 ആണ് കേട്ടോ. സമയം ലാഭിക്കാനായിട്ട് നമുക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ചേർക്കാം. നമ്മൾ പച്ചയ്ക്ക് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ചേർക്കുകയാണെങ്കിൽ അത് വെന്ത് വരാൻ തന്നെ 10 മിനിറ്റ് എടുക്കും. നേരത്തെ പുഴുങ്ങി വെക്കുകയാണെങ്കിൽ ഈസിയാണ്. അത് വേകാനായിട്ട് നമുക്ക് 2 ഗ്ലാസ് രണ്ടാം പാൽ, 2 കോക്കനട്ട് തിൻ മിൽക്ക് 2 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മൾ രാവിലെ തന്നെ ഇതൊന്ന് പുഴുങ്ങി വെക്കുകയാണെങ്കിൽ ഈ കറി ഉണ്ടാക്കാനായിട്ട് ആകെപ്പാടെ 10 മിനിറ്റേ നമുക്ക് വേണ്ടി വരികയുള്ളൂ. രാവിലെ ബെഡ് കോഫിയൊക്കെ ഉണ്ടാക്കുന്ന സമയമുണ്ടല്ലോ, അപ്പം നമുക്ക് ഒരു കുക്കറിനകത്തോട്ട് 2 ഉരുളക്കിഴങ്ങും ഒരു പാത്രത്തിൽ കുറച്ച് മുട്ടയും ഒക്കെ പുഴുങ്ങി വെക്കുകയാണെങ്കിൽ കറി ഉണ്ടാക്കാൻ വരുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. നമ്മളിവിടെ 6 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. 6 മുട്ടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മുട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ തിളയ്ക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടും കുറച്ച് നേരം നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്ത 2 ഗ്ലാസ് തിൻ കോക്കനട്ട് മിൽക്ക് നന്നായിട്ട് വറ്റി വരണം. നമ്മൾ 1 ഗ്ലാസ് നല്ല തിക്ക് കോക്കനട്ട് മിൽക്ക് ഇനി ഒഴിക്കാനായിട്ട് പോവുകയാണ്. ഈ കോക്കനട്ട് മിൽക്ക് നമ്മൾ പൗഡർ കലക്കി എടുത്തിട്ടുള്ളതാണ്. നാച്ചുറലായിട്ടും കോക്കനട്ട് മിൽക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം.
ഈ വെള്ളമെല്ലാം വറ്റി വരണം. അല്ലാതെ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കിന് കറി വാട്ടറി ആയിട്ട് പോവും. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇതൊരു ടിപ്പായിട്ട് വേണമെങ്കിൽ എടുക്കാം. നന്നായിട്ട് വെള്ളം വറ്റിയിട്ട് മാത്രമേ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇപ്പം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അടുപ്പിൽ തന്നെ ഇരുന്നോട്ടെ കറി, എന്നാലും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ പാല് പിരിഞ്ഞിട്ട് നമ്മുടെ കറിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം തിളയ്ക്കാതിരിക്കാനായിട്ട് നോക്കുക. ആ അടുപ്പിൽ തന്നെ, ചൂടടുപ്പിൽ തന്നെ ഒന്ന് ഇരുന്നാൽ മതി. എന്നാലും കണ്ടോ, ഇത് നന്നായിട്ട് ബോയിൽ ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഏത് ഡിഷിൻ്റെ കൂടെയും പോകുന്ന ഒരു സൈഡ് ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ക്രീമി ആയിട്ട് ഉണ്ടായി വരുന്നതാണ്. അപ്പം എല്ലാവരും ഇന്നത്തെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. പിന്നെ ആരെങ്കിലും ഇന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ്, ടേസ്റ്റി റെസിപ്പീസ് റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കൂട്ടത്തിൽ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരുന്നതാണ്. കൂട്ടത്തിൽ ആ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ആകുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതാണ്. ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഇതിലും നല്ല ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.